ഒരു ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലഹരി മാഫിയയെ പൂട്ടാൻ നടപടി ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ഓപ്പറേഷൻ ഡി ഹണ്ട് ഊർജിതമാക്കിയതിന് പിന്നാലെ പോലീസ് പരിശോധനയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ റിപ്പോർട്ടിന് ലഭിച്ചു. 2 ആഴ്ചക്കിടയിൽ രജിസ്റ്റർ ചെയ്തത് 3821 കേസുകളാണ്. മയക്കുമരുന്നുമായി 3964 പേർ പിടിയിലായി. 1.6 കിലോഗ്രാം MDMA ആണ് പിടികൂടിയത്. 180 കിലോയിലധികം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. 2835 NDPS കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഇന്നലെ മാത്രം 252 കേസുകൾ രജിസ്റ്റർ ചെയ്തെന്ന കണക്കും പുറത്തുവരുന്നു. റോഷിപാലിന്റെ വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഏതായാലും പരിശോധനകൾ ശക്തമാകുമ്പോൾ ഇത്തരത്തിൽ നടപടികൾ ഉണ്ടാവുകയാണ്. കേസുകളുടെ എണ്ണം കൂടുന്നതിനെയും നമ്മൾ അങ്ങനെ തന്നെ കാണണം. പോലീസിന്റെ ഈ നടപടികളുടെ ഭാഗം എന്ന് തന്നെ വിലയിരുത്തണം. പക്ഷേ അതിന്റെ തോത് അത് എത്രത്തോളം വലുതാണ് എന്ന് നമ്മളെ ഞെട്ടിപ്പിക്കുന്നു. കാരണം ഇന്നലെ മാത്രം 250-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്, അല്ലേ? വിനീത, നമുക്കറിയാം, ഇപ്പോൾ റിപ്പോർട്ടർ തന്നെ ഏറ്റെടുത്ത ലഹരിക്കെതിരെ വ്യാപകമായ പ്രചാരണം നടത്തുകയും മഹാറാലി തന്നെ നടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഗൗരവത്തോടെ ഈ വിഷയത്തെ സർക്കാർ കണ്ടതിന് പിന്നാലെയാണ് DGP സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച മയക്കുമരുന്നിനെതിരെയുള്ള പരിശോധന ശക്തമാക്കാനുള്ള തീരുമാനമെടുത്തത്. കഴിഞ്ഞ മാസം 22 മുതലാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് ഇടവേളയ്ക്ക് ശേഷം ഊർജിതമാക്കിയത്. അതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ വ്യാപകമായി പരിശോധന നടത്തി. പോലീസിന്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കണക്കുകളാണ്. കഴിഞ്ഞ 22 മുതൽ 2 ആഴ്ചക്കാലം സംസ്ഥാനത്ത് 31,281 പേരെയാണ് പോലീസ് മയക്കുമരുന്ന് കൈവശമുണ്ടെന്ന് കരുതി പരിശോധന നടത്തിയത്. അവരിൽ നിന്നും ഏതാണ്ട് 1.664 കിലോഗ്രാം MDMA സിന്തറ്റിക് ഡ്രഗ്സ് പിടികൂടി. നമുക്കറിയാം, വളരെ കുറഞ്ഞ ഗ്രാം MDMA ആണ് അവർ ഉപയോഗിക്കുന്നത്. അത്രയേറെ ആളുകളിൽ നിന്നാണ് MDMA പിടിച്ചത്. അതേപോലെ 180 കിലോഗ്രാം കഞ്ചാവ് സംസ്ഥാനത്ത് നിന്നും ഈ 2 ആഴ്ചക്കിടയിൽ പിടികൂടിയിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 3821 കേസുകളാണ് ഇന്നലെ വരെ സംസ്ഥാനത്ത് മയക്കുമരുന്ന് പിടിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ 2835 കേസുകൾ NDPS ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഗൗരവമുള്ള കേസുകളാണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി, അത്രയേറെ കഞ്ചാവും അതുപോലെ MDMAയും സംസ്ഥാനത്ത് ഒഴുകുന്നതിന്റെ തെളിവ് കൂടിയാണ് പോലീസ് സംസ്ഥാനത്ത് വ്യാപകമായി നടത്തുന്ന പരിശോധനയിൽ ഇത്രയേറെ മയക്കുമരുന്നുകൾ, സിന്തറ്റിക് ഡ്രഗ്സുകൾ ഉൾപ്പെടെ പിടികൂടുന്നതിലൂടെ വ്യക്തമാകുന്നത്. ADGP മനോജ് എബ്രഹാമിന്റെ മേൽനോട്ടത്തിലാണ് സംസ്ഥാനത്ത് വ്യാപകമായി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ പരിശോധന തുടരുന്നത്. ഏതായാലും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പരിശോധന നടത്തി ഈ മയക്കുമരുന്നിന്റെ ലഭ്യത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഓരോ ഭാഗത്തും ജനങ്ങളുടെ സഹായത്തോടെ, രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ പരിശോധന മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, ഇനി അങ്ങോട്ട് ഈ പരിശോധനയിൽ പിടികൂടുന്നവരിൽ അന്വേഷണം ഒതുങ്ങില്ല. മറ്റ് സംസ്ഥാനങ്ങളിലാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലേക്ക്, സംസ്ഥാനത്തിനകത്തേക്ക് ഇതാര് കൊണ്ടുവരുന്നു എന്നതാണ്. ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുന്നു കേരളത്തിന് പുറത്തും എന്നത് ഒരു വസ്തുത തന്നെയാണ്. അവരിലേക്ക് ഏത് രീതിയിൽ അന്വേഷണം നടത്തുക എന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ADGP മനോജ് എബ്രഹാം തന്നെ റോഷിപാലിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 6 സംസ്ഥാനങ്ങളിലുള്ളവർ പോലീസ് സംഘം ചേർന്നുകൊണ്ട് ADGPമാരുടെ നേതൃത്വത്തിൽ ഇതിൽ ഓപ്പറേഷൻ അത് കൃത്യമായി തന്നെ മേൽനോട്ടം വഹിക്കുന്ന നടപടികളൊക്കെ സ്വീകരിക്കുമെന്നതാണ്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കാനാകുന്നുണ്ട്, DGPമാർ തന്നെ ഇക്കാര്യങ്ങൾ വിലയിരുത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഹരി മാഫിയയെ വലയിട്ട് പൂട്ടുക എന്നത് തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നതല്ലേ? വിനീത, സംശയമില്ല. ലഹരി രാജ്യത്തിന് തന്നെ ഭീഷണിയാവുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, പലപ്പോഴായി ലഹരിയുമായി പിടികൂടുന്നവർ അതിനപ്പുറത്തേക്ക് അന്വേഷണം നീട്ടിക്കൊണ്ടുപോകാൻ ഈ പോലീസിനോ എക്സൈസിനോ സാധിക്കാറില്ല. ഒട്ടേറെ പ്രതിബന്ധങ്ങളുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. പോലീസ് മറ്റ് സംസ്ഥാനങ്ങളിൽ, ഈ സാധാരണഗതിയിൽ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. അതിലൊന്ന് ഒറീസയാണ്, ബീഹാറുണ്ട്, ആന്ധ്രയുണ്ട്, കർണാടകയുണ്ട്, ഗോവയുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ DGPമാരുമായി ആലോചിച്ച് ADGPമാരുടെ നേതൃത്വത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇതിനോടകം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രതിദിനം ചർച്ചകൾ നടത്തുകയാണ്. എല്ലാ ദിവസവും അവർ ഓൺലൈൻ വഴി യോഗം ചേർന്ന് അടുത്ത ദിവസങ്ങളിലെ ഓപ്പറേഷൻ ആലോചിച്ച് തീരുമാനിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലത്തെ കണക്ക് മാത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിനീത, ഇന്നലെ ഓരോ ജില്ലകളിലെ കണക്ക് തന്നെ നമ്മുടെ കൈവശമുണ്ട്. ഇപ്പോൾ നടത്തിയ പരിശോധന ഏതാണ്ട് 157 വരെയാണ് കോഴിക്കോട് സിറ്റിയിൽ മാത്രം പരിശോധിച്ചത്.
തിരുവനന്തപുരം സിറ്റിയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം റൂറലിൽ 43 കേസുകൾ. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഇന്നലെ ഏറ്റവും കൂടുതൽ ഈ മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തത് തിരുവനന്തപുരം റൂറൽ ജില്ലയിലാണ്. റൂറൽ പോലീസ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത അത് 43 ആണ്. ഏറ്റവും കുറഞ്ഞ കേസുകൾ രജിസ്റ്റർ ചെയ്ത കണ്ണൂർ റൂറലിലും കാസർഗോഡ് ജില്ലയിലുമാണ്. ഈ 2 ജില്ലകളിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ കേസുകൾ. 4 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഏറ്റവും കൂടുതൽ 43 കേസുകൾ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തു. അത്രയേറെ ഗൌരവമായ പരിശോധന ഒരു ഭാഗത്ത് നടക്കുന്നു. അങ്ങനെ ലഹരി മരുന്ന് കൈവശം വെക്കുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് അവർക്കാരാണ് ലഹരി മരുന്ന് കൈമാറുന്നത്, ഈ മൊത്തക്കച്ചവടം നടത്തുന്നവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് പോലീസിനുള്ളത്. ആ ദൌത്യത്തിൽ പോലീസ് മുന്നോട്ട് പോകുന്നു. പ്രതിദിനം കണ്ടെത്തുമ്പോൾ, ഓരോ ആളുകളെ ലഹരിയുമായി പിടികൂടുമ്പോൾ അവർ ആരാണ് അവർക്ക് മയക്കുമരുന്ന് കൈമാറിയതെന്ന് കണ്ടെത്തുകയും അവർക്ക് എവിടെ നിന്നാണ് എത്തുന്നത് മയക്കുമരുന്ന്, അതിന്റെ സ്രോതസ് എവിടെ നിന്നാണെന്ന് പരിശോധിച്ച് കണ്ടെത്തുക എന്ന വലിയ ദൌത്യമാണ് പോലീസ് ഏറ്റെടുത്തിരിക്കുന്നത്. വിനീത, ശരി, ആർ റോഷിപ്പാലാണ് വിവരങ്ങൾ നൽകിയത്.